ഡോട്ട്നെറ്റ് കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസിലേക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. നമ്മളിവിടെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു മോഡൽ ബൈൻഡഡ് ആണ്. ഇതൊരു ഫോം ആണ്, മെത്തേഡ് പോസ്റ്റ് ആണ്. ഇതിനകത്ത് രണ്ട് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ നമ്മളുടെ കാറ്റഗറി ടേബിളിനകത്ത് സേവ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോളറിൽ എന്തൊക്കെ ചേഞ്ചസ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ കാറ്റഗറി കൺട്രോളറിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഒരു ആക്ഷൻ ഉണ്ട്, ക്രിയേറ്റ് എന്നുള്ളൊരു ആക്ഷൻ ഉണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇതൊരു പോസ്റ്റാണ്, അതായത് ഇത് മെത്തേഡ് എന്ന് പറയുന്ന പോസ്റ്റാണ്. നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ആക്ഷനും കൂടെ നമുക്ക് വേണം. നമുക്ക് സെയിം പേരിൽ നമുക്ക് ഒരു ആക്ഷനും കൂടെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് പോസ്റ്റാണ്. അപ്പോൾ ഇത് പോസ്റ്റ് ആണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കിവിടെ HTTP പോസ്റ്റ് എന്ന് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതെന്ന് പറയുന്നത് പോസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ്, അതായത് നമ്മൾ ആ ഫോം പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡീബഗർ ഇവിടെ ആയിരിക്കും വരിക. ഇനി നമുക്ക് ആ ക്രിയേറ്റ് വ്യൂവിൽ നമ്മൾ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ അറിയാം ഇൻപുട്ട് ടാഗ് ഹെൽപ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നെയിം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിൽ വല്ലതും എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെയിം പ്രോപ്പർട്ടിയിലും ഡിസ്പ്ലേ ഓർഡറിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ഓർഡർ എന്ന് പറയുന്ന കാറ്റഗറിയിലെ പ്രോപ്പർട്ടിയിലാണ് അത് ബൈൻഡ് ആവുക. അപ്പം നമുക്കിതിനകത്ത് എന്ത് വാല്യൂ വന്നാലും ഈ മോഡലിൻ്റെ പ്രോപ്പർട്ടിയിൽ അത് ബൈൻഡ് ആവും. അപ്പം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മോഡലിൻ്റെ ഓബ്ജക്റ്റ് ആയിരിക്കും നമ്മളുടെ കൺട്രോളറിലേക്ക് പാസ്സാവുക. അപ്പോൾ നമുക്ക് അതിനെ ഇവിടെ നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ ആ കാറ്റഗറി എന്ന് പറയുന്ന ക്ലാസ്സിന് ഒരു ഓബ്ജക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. നമുക്കിതൊന്ന് ഡീബഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഫോമിലേക്ക് പോകാം. ഇനി നമുക്ക് കാറ്റഗറി നെയിമും ഡിസ്പ്ലേ ഓർഡറിനും നമുക്ക് വാല്യൂസ് കൊടുക്കാം. കാറ്റഗറി നെയിമിന് ഞാൻ പ്രകീത എന്ന പേര് കൊടുക്കുന്നു. ഡിസ്പ്ലേ ഓർഡർ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പുതിയ ആക്ഷൻ, അതായത് പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ഡീബഗർ പോയിന്റിൽ ഹിറ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ്. ഓക്കെ, ഡീബഗർ പോയിന്റിൽ അത് ഹിറ്റ് ആയിട്ടില്ല. നമുക്ക് ഹിറ്റ് ആവാഞ്ഞത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ വ്യൂവിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ക്രിയേറ്റ്. ഇതിനകത്ത് നമ്മൾ ഫോം മെത്തേഡ് പോസ്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ ബട്ടൺ, ഓക്കെ, ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ. ഓക്കെ, ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും ബട്ടൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്ക് സബ്മിറ്റ് ബട്ടൺ ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് പോസ്റ്റ് ആവുകയുള്ളൂ. അപ്പം നമുക്ക് ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുക്കാം. നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്യാം. ഇനി നമുക്ക് ഒന്നും കൂടി കൊടുക്കാം. 1 ക്രിയേറ്റ്. ഓക്കെ, ഇത് ഡീബഗറിൽ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാറ്റഗറി നെയിമിന് പ്രകീതാന്നും ഡിസ്പ്ലേ ഓർഡറിന് 1 എന്നുമാണ് വാല്യൂ കൊടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്താൽ കാറ്റഗറി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ മൗസ് ഓവർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ആരോ കീ കിട്ടും. അതിൽ നോക്കുകയാണെങ്കിൽ നെയിം പ്രകീതയാണ്, ഡിസ്പ്ലേ ഓർഡർ 1 എന്ന വാല്യൂ നമുക്കിവിടെ പാസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ് ചെയ്ത് വന്നേക്കുന്ന ഡാറ്റ നമുക്ക് ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇത് സേവ് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ DB കോൺടാക്സ്റ്റിൻ്റെ ഓബ്ജക്റ്റ് ഏതാണ്? ആപ്ലിക്കേഷൻ DB കോൺടാക്സ്റ്റ് ഡോട്ട്. നമ്മുടെ ഡാറ്റ സെറ്റ് ഏതാണ്? കാറ്റഗറീസ് ഡോട്ട്. ഈ കാറ്റഗറീസിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യണം. എന്താണ് ആഡ് ചെയ്യേണ്ടത്? നമുക്കിവിടെ പാസ് ചെയ്ത് വരുന്ന നമ്മളുടെ ഓബ്ജക്റ്റ് നമുക്ക് നമ്മളുടെ കാറ്റഗറീസിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ DB കോൺടാക്സ്റ്റിലെ കാറ്റഗറീസിനകത്ത് നമ്മളുടെ ഓബ്ജക്റ്റ് ആഡ് ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഇത് ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യണം. അത് വേണ്ടിയിട്ട് DB കോൺടാക്സ്റ്റ് ഡോട്ട് സേവ് ചേഞ്ചസ്. ഇത്രയും മാത്രമാണ് നമുക്ക് ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടുന്ന കോഡ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം.
ഇനി നമ്മുടെ കാറ്റഗറിക്കകത്ത് ക്രിയേറ്റ് കാറ്റഗറിയിലോട്ട് പോകാം. നമുക്ക് നെയിമും ഡിസ്പ്ലേ ഓർഡർ കൊടുക്കാം. ക്രിയേറ്റ് ചെയ്യാം. ഡീബഗറിൽ ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഒബ്ജക്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പ്രകീതയും ഡിസ്പ്ലേ ഓർഡറും ഉണ്ട്. നമുക്ക് ഡീബഗർ പോയിന്റ് ഇനി വേണ്ട. ഇനി ഇതൊന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇത് സേവ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിസ്റ്റ് പേജിൽ പോയി നോക്കാം. അപ്പം ഇവിടെ നമ്മുടെ ലിസ്റ്റ് പേജിൽ അത് സ്റ്റോർ ആയിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റാബേസിൽ പോയി നോക്കിയാലും നമുക്ക് ഈ വാല്യൂസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് നമ്മളുടെ ഡാറ്റാബേസിൽ വന്നിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡാറ്റാബേസ് നമ്മളിപ്പം കൊടുത്ത ഡാറ്റ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടുന്ന ചേഞ്ച് ഞാൻ ഒരു വാല്യൂം കൂടെ ക്രിയേറ്റ് ചെയ്യാം. test1 എന്ന് കൊടുക്കാം. test1 ഡിസ്പ്ലേ ഓർഡർ 2 ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ വിൻഡോയിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് ഈ വിൻഡോയിൽ നിൽക്കേണ്ട പകരം എനിക്ക് ഇത് സേവ് ചെയ്തതിന് ശേഷം ലിസ്റ്റ് എന്ന് പറയുന്ന പേജിനകത്തേക്ക് റീഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോളറിൻ്റെ ഒരു ചെറിയ ചേഞ്ചും കൂടെ ചെയ്താൽ മതി. ഈ റിട്ടേൺ വ്യൂവിന് പകരം റിട്ടേൺ റീഡയറക്റ്റ് ടു ആക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പം അതിനകത്തേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം. ഏതാണ് നമ്മളുടെ വ്യൂ ആ ലിസ്റ്റ് വരുന്ന വ്യൂ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് നമുക്കിവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളിത് സേവ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രിയേറ്റ് എന്ന് പറയുന്ന വ്യൂവിലാണ്. ഇതിൽ നിന്നിട്ട് ഇൻഡെക്സ് എന്ന വ്യൂവിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഇത്. നമുക്ക് ഇതും കൂടെ ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, കാറ്റഗറിയിലേക്ക് പോകാം. ക്രിയേറ്റ്, നമ്മൾ test2 3 എന്ന് കൊടുക്കാം. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റ് പേജിനകത്തേക്ക് റീഡയറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്? നമ്മൾ ചെയ്യേണ്ട ഒന്ന്, ഫോം നമുക്കൊരു മെത്തേഡ് പോസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. നമ്മളുടെ മോഡലുണ്ട്. അപ്പോൾ മോഡലിനകത്തുള്ള പ്രോപ്പർട്ടീസ് അകത്തേക്ക് നമ്മളുടെ ഇൻപുട്ട് ടാഗ് ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യണം. അപ്പോൾ 2 ടെക്സ്റ്റ് ബോക്സ് ആണുള്ളത്, നെയിമും ഡിസ്പ്ലേ ഓർഡറും. അപ്പോൾ മോഡലിലെ കാറ്റഗറിക്കകത്തുള്ള പ്രോപ്പർട്ടീസ് ആണ് നെയിമും ഡിസ്പ്ലേ ഓർഡറും. നമ്മൾ എന്ത് ഇവിടെ ടൈപ്പ് ചെയ്താലും അത് നെയിമിനകത്തും ഡിസ്പ്ലേ ഓർഡറിനകത്തും അത് ബൈൻഡ് ആവും. അടുത്ത ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മളുടെ ബട്ടൺ അത് സബ്മിറ്റ് ആയിട്ട് ഇടണം. സബ്മിറ്റ് ആയിട്ട് ഇട്ടതിന് ശേഷം പിന്നെ ഉള്ള ചേഞ്ചസ് നമ്മളുടെ കൺട്രോളറിലാണ് വരുന്നത്. കൺട്രോളറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ കൊടുത്തത്? നമ്മളുടെ ഡി ബി കോൺടാക്സിലെ കാറ്റഗറീസ് എന്ന് പറയുന്ന നമ്മുടെ ഏതാണോ ഡാറ്റ സെറ്റ് അതിനകത്തേക്ക് നമ്മളുടെ ഓബ്ജക്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മളത് സേവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളുടെ ലിസ്റ്റ് എന്ന് പറയുന്ന വ്യൂവിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യുന്നു. ഇത്രയും മാത്രമാണ് നമുക്ക് നമ്മളൊരു ഡി ബിയിലേക്ക് ഒരു റെക്കോർഡ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടുന്ന ചേഞ്ചസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിനൊക്കെ എങ്ങനെയാണ് വാലിഡേഷൻസ് കൊടുക്കുന്നതെന്ന് നോക്കാം. സെർവർ സൈഡ് വാലിഡേഷൻസ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.